എക്സ്ട്രാ എത്ര അഡീഷണൽ സാറ്റർഡേസ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകണം? ഹൈസ്കൂളുകാർക്ക് ശരിക്കും എത്ര വർക്കിംഗ് ഡേ ആണ് ഹരീഷ് സാർ HRK ഉള്ളത്? 1 2 3 4 ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു RK Next. ഇറ്റ്സ് മീ വടകൻ. This is me, HRK. HRK നമ്മൾ എന്തിനാണ് ഇന്ന് വന്നത്? യെസ്, എക്സ്ട്രാ എത്ര അഡീഷണൽ സാറ്റർഡേസ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. യെസ്. നമ്മുടെ HS അതുപോലെ തന്നെ HSS LP UP ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള എക്സ്ട്രാ വർക്കിംഗ് ഡേയ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാം. HSSകാർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആണ്, എന്നാൽ HSകാർക്ക് അത്ര ഹാപ്പി അല്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന ഹാപ്പിനെസ്സും ഹാപ്പിനെസ് അല്ലാത്തതും എന്നുള്ളത്, സാഡ്നെസ്സും എന്ന് നോക്കാം. യെസ്, കണ്ടു നോക്കിയ മക്കളെ, ആദ്യത്തെ വർക്കിംഗ് ഡേ, ആദ്യത്തെ അഡീഷണൽ വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് ജൂൺ 27-നാണ്. ജൂൺ 27-നാണ്. കാരണം ജൂൺ 27-ന്റെ തൊട്ട് മുമ്പായിട്ട് മുഹറവുമായി ബന്ധപ്പെട്ടൊരു ലീവ് വരുന്നുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്നുള്ള നിലക്കാണ് ജൂൺ 27 സാറ്റർഡേ നമുക്ക് ക്ലാസ് വരുന്നത്. അത് ആർക്കൊക്കെ സാറേ ക്ലാസ് ഉള്ളത്? UP ക്ലാസ്സിനും അതുപോലെ തന്നെ HS ക്ലാസ്സിനുമാണ്. അതായത് ഹൈസ്കൂളിനും അതുപോലെ തന്നെ അപ്പർ പ്രൈമറി UP ക്ലാസ്സുകളുടെ കുട്ടികൾക്കുമാണ് ആ ക്ലാസ് വരുന്നത് അല്ലെ. യെസ്. അടുത്തത് പിന്നെ നോക്കിയ സെപ്റ്റംബർ 5 ശനിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് സ്കൂളിലേക്ക് പോകണം. ജൂലൈയിൽ എക്സ്ട്രാ ക്ലാസ് ഇല്ല. യെസ്, ജൂലൈ നമ്മൾ കഴിച്ചില്ലായി. ആഗസ്റ്റിലും ഇല്ല. യെസ്. അപ്പൊ ആഗസ്റ്റിലും ഇല്ല, ജൂലൈയിലും ഇല്ല. അത് കഴിഞ്ഞ് നമുക്ക് സെപ്റ്റംബറിലാണ് വരുന്നത്. പക്ഷേ സെപ്റ്റംബറിൽ വരുന്നത് ആർക്കാണ് സാറേ? ഹൈസ്കൂളുകാർക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. ഹൈസ്കൂളുകാർക്ക് മാത്രം. ഹൈസ്കൂളുകാരെ ചാമ്പ്യൻ പറഞ്ഞത്. നെക്സ്റ്റ് ഇനി പിന്നെ 26 സെപ്റ്റംബർ മാസം 2 എക്സ്ട്രാ വർക്കിംഗ് ഡേയ്സ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ. സെപ്റ്റംബർ മാസം 2 ശനിയാഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യണം? സ്കൂളിൽ പോകണം. മെനക്കേടാണ് പറഞ്ഞത്. ആർക്കൊക്കെ? UPക്കും ഹൈസ്കൂളിനും രണ്ടുപേർക്കും സെപ്റ്റംബർ 26 പോകണം. ഓക്കെ. പിന്നെ വരുന്നത് ഒക്ടോബർ 3-ആണ്. ഒക്ടോബർ 2 ലീവ് ആയി കഴിഞ്ഞാൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ലീവ്. അത് കഴിഞ്ഞ് ഒക്ടോബർ 3 ഹൈസ്കൂളുകാർ ക്ലാസ്സിൽ പോകണം. ഹൈസ്കൂളുകാർ ക്ലാസ്. നെക്സ്റ്റ് പിന്നെ ഒക്ടോബർ 24. ഒക്ടോബറിലും 2 എക്സ്ട്രാ വർക്കിംഗ് ഡേയ്സ് വന്നിട്ടുണ്ട് അല്ലെ. ഒക്ടോബറിൽ 2 അതില് ഒക്ടോബറിലത് LP UP ഹൈസ്കൂൾ ക്ലാസ്സുകൾക്കാണ് നമുക്ക് എക്സ്ട്രാ വർക്കിംഗ് ഡേ വരുന്നത്. LPക്കാർക്കും അവിടെ ഒരു എക്സ്ട്രാ വർക്കിംഗ് ഡേ വന്നിട്ടുണ്ട്. ജനുവരി 30. യെസ്, അത് ഹൈസ്കൂളുകാർക്ക് മാത്രമാണ്. നമുക്ക് ജനുവരി 26-ന് ഒരു ചെറിയ ലീവ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് 30-ാം തീയതി വരുന്ന ശനിയാഴ്ച നമ്മൾ ക്ലാസ് പോയേ പറ്റുള്ളൂ. ഹൈസ്കൂളുകാർ പോയേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ മാർച്ച് 27 ക്ലാസ് എന്താണ്? വർക്കിംഗ് ഡേ ആണ്. മാർച്ച് 27 ശനിയാഴ്ച ഹൈസ്കൂളുകാർക്കാണ് വർക്കിംഗ് ഡേ. ഹൈസ്കൂളുകാർക്ക് മാത്രമാണ്. ഹൈസ്കൂൾ ക്ലാസ്സിൽ 8-9 കുട്ടികൾക്കോ അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്കോ അതിൽ ഏതെങ്കിലും ഒരു ടീമിന് എക്സാം ഉണ്ടാവുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഹൈസ്കൂളുകാർക്ക് ശരിക്കും എത്ര വർക്കിംഗ് ഡേ ആണ് ഹരീഷ് സാർ HRK ഉള്ളത്? 1 2 3 4 5 6 7 ദിവസം. ഹൈസ്കൂളുകാർക്ക് 7 ദിവസം 7 ശനികൾ അധികം നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഹൈസ്കൂളുകാർ 7 ദിവസം അധികം പോകണം. അതേസമയം UP ക്ലാസ്സുകാർ എത്ര ദിവസം പോകണം? 3 ക്ലാസ്സിൽ പോയാൽ മതി. LPക്കാർ എത്ര എക്സ്ട്രാ പോകണം സാറേ? LP 1 ക്ലാസ്. എന്നാൽ ഒരു പ്രാവശ്യം പോലും ഒരു ശനിയാഴ്ച പോലും അധികം പോകാണ്ടാത്ത ഒരു ടീമുണ്ട്. അതാരാണ്? നമ്മുടെ സ്വന്തം ഹയർ സെക്കൻഡറിക്കാർ രക്ഷപ്പെട്ടു അല്ലെ. ഹയർ സെക്കൻഡറിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരൊറ്റ ശനിയാഴ്ച പോലും ക്ലാസ്സുകളിലേക്ക് എക്സ്ട്രാ ആയിട്ട് എന്താക്കേണ്ടതില്ല. ഗവൺമെന്റ് ഇറക്കിയ ഓർഡർ പ്രകാരം പോകേണ്ടതില്ല. സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികം. സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ പോകേണ്ടി വരും അല്ലെ. എല്ലാ ദിവസവും ചിലപ്പോൾ പോകേണ്ടി വരും. എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് വരും. പൊതുവെ സ്പെഷ്യൽ ക്ലാസ്സുകൾ വെക്കാറില്ല സാറ്റർഡേ സൺഡേസ്. കാരണം നീറ്റ് പോലത്തെ JEE പോലത്തെ എൻട്രൻസ് എക്സാമിന് കോച്ചിങ്ങുകൾ എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ രൂപത്തിലുള്ള സാറ്റർഡേ സൺഡേസിൽ നിന്നും ക്ലാസ്സിന് ഇവരെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. സോ എന്റെ മക്കളെ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ സന്തോഷ വാർത്തയും ദുഃഖ വാർത്തയും ഇത് തന്നെയാണ്. ഹൈസ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം 7 ദിവസം എക്സ്ട്രാ പോകണം അല്ലെ. ഹയർ സെക്കൻഡറിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെയുള്ള ഹാപ്പി ന്യൂസ്, 1 ദിവസം പോലും എക്സ്ട്രാ പോകണ്ട. ഹയർ സെക്കൻഡറിക്കാർക്ക് പണി വേറെ ഉണ്ട് എന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത്. സോ നമുക്ക് അവസാനിപ്പിച്ചാലോ? യെസ്. ഓക്കെ. അപ്പൊ മക്കളെ ബൈ.